തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ ദിവസത്തെ ഓർത്ത്, കർത്താവ് നൽകുന്ന ആയുസ്സിനെ, ആരോഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം മുഴുവനും ധാരാളം നന്മ ചെയ്യുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ നമുക്ക് അഭിഷേകവും കൃപയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്ത്, നമുക്ക് സ്വന്തമായുള്ള സമ്പത്ത് ആകാശത്തുനിന്ന് ഒഴിഞ്ഞു വീണപ്പോൾ നമ്മൾ ശേഖരിച്ചു വെച്ചതല്ല. മരത്തെ പിടിച്ച് കുലുക്കിയപ്പോൾ നമുക്ക് മുമ്പിൽ ഒഴിഞ്ഞു വീണതല്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയെടുത്തതാണ് സമ്പത്ത്, യഥാർത്ഥ സമ്പത്ത്. അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത്, എൻ്റെ സമ്പത്ത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും, നിങ്ങളാരാ ചോദിക്കാൻ. പക്ഷെ അതിലൊരു പ്രശ്നമില്ലേ? ആരോഗ്യവും ആയുസ്സും ബുദ്ധിയും കഴിവും അവസരങ്ങളും നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് അധ്വാനിക്കാൻ പറ്റുമായിരുന്നു, സമ്പത്ത് നേടാൻ പറ്റുമായിരുന്നു. ആരാണ് നമുക്ക് ആയുസ് തന്നത്? ആരാണ് നമുക്ക് ആരോഗ്യം തന്നത്? അവസരങ്ങളാണെങ്കിലും എത്രയോ നല്ല മനുഷ്യരുടെ സന്മനസ്സിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നേടിയതൊക്കെ സ്വന്തം നേട്ടമെന്ന് അഹങ്കരിക്കുവാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ? ദൈവം ആയുസ് തന്നതുകൊണ്ട്, ആരോഗ്യം തന്നതുകൊണ്ട്, ബുദ്ധിശക്തി തന്നതുകൊണ്ട്, കഴിവുകളൊക്കെ ദൈവത്തിൽ ജന്മനാ നിക്ഷേപിച്ചതുകൊണ്ട് നമുക്കതിൽ വളരാൻ സാധിച്ചു, അതുപയോഗിച്ച് പരിശ്രമിക്കാൻ സാധിച്ചു, അധ്വാനിക്കാൻ സാധിച്ചു, സമ്പത്ത് നേടാൻ സാധിച്ചു. ഇതല്ലേ ശരി? അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തുമാത്രം സമ്പത്തുണ്ടോ ആ സമ്പത്തിനെ പ്രതി ദൈവത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തോട് കടപ്പാടുള്ള സമ്പത്ത് ദൈവത്തിന്റെ ഹിതപ്രകാരം മാത്രം ഉപയോഗിക്കുവാൻ നമുക്ക് കടമയുണ്ട്. ഈ വസ്തുത കണക്കിലെടുത്തു വേണം ഈശോ പറഞ്ഞ ധനവാന്റെയും ലാസറിന്റെയും ഉപമയെ നമ്മൾ മനസ്സിലാക്കാൻ. പടിവാതിൽക്കൽ കിടക്കാനും ഉച്ഛിഷ്ടം കഴിക്കാനും ലാസറിനെ അനുവദിച്ചത് ധനവാന്റെ ഔദാര്യം തന്നെയാണ്. പക്ഷെ ആ ഔദാര്യമല്ല ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നതാണ് ദൈവമക്കളായ നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ദൈവം തന്ന ആയുസ്സും ആരോഗ്യവും കഴിവും ഉപയോഗിച്ച് നമ്മൾ നേടുന്ന സമ്പത്ത് നമ്മുടെ മാത്രമല്ല, നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അതില്ലാത്തവർക്ക് കൂടെ ആ സമ്പത്തിൽ, നമ്മുടെ സമ്പത്തിൽ അവകാശമുണ്ട് എന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തന്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? നമ്മൾ നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, സഹായം അർഹിക്കുന്നവനായി നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു വ്യക്തിയെ നമ്മുടെ കയ്യിൽ സമ്പത്തിരിക്കെ നമ്മൾ സഹായിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കഴിഞ്ഞ് നമുക്ക് ബാക്കി വയ്ക്കാൻ ചിലപ്പോഴുണ്ടാകത്തില്ല. പക്ഷെ അത്ര പോലും നിവൃത്തിയില്ലാത്ത ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ പ്രേരണ ലഭിക്കുന്നില്ലെങ്കിൽ, യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, പരിശുദ്ധാത്മാവെ പ്രേരിതനായി പറയുകയാണ്, നമ്മളിൽ ദൈവ സ്നേഹമില്ല എന്നുള്ളതാണ് ആ പങ്കുവയ്ക്കാത്തതിന്റെ കാരണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സമ്പത്തിന്റെ ദശാംശം, 10-1. നമുക്ക് 1000 കിട്ടിയാൽ അതിൽ 100 രൂപ ദൈവത്തിനുള്ളതാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആയുസ്സും ആരോഗ്യവും കഴിവുകളും അവസരങ്ങളും തരുന്ന കർത്താവിന് എൻ്റെ സമ്പത്തിന്റെ ദശാംശം കൊടുക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവേഷ്ടമാണ്. ദൈവത്തിന് നൽകുക എന്ന് പറയുമ്പോൾ അതില്ലാത്തവർക്ക് നൽകുന്നതാകാം, അതേപോലെ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി നൽകുന്നതാകാം, ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നൽകുന്നതാകാം, ദൈവവചന പ്രഘോഷണം ഏറ്റവും നന്നായി, ഏറ്റവും ശക്തമായി നടക്കുന്നതിന് വേണ്ടി സമ്പത്ത് പങ്കുവയ്ക്കുന്നതാകാം. ഇപ്രകാരമെല്ലാം സമ്പത്ത് നൽകി ദൈവത്തിന് സമ്പത്തിന്റെ
ദശാംശം നൽകി നമ്മൾ അനുഗ്രഹീതരാകണം എന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്: മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ. കേട്ടോ പ്രിയപ്പെട്ടവരെ, ദശാംശം നൽകാതിരിക്കുമ്പോൾ, ദൈവം തന്ന സമ്പത്തിന്റെ ഒരു പങ്ക് ദൈവത്തിന് നൽകാതിരിക്കുമ്പോൾ, ദൈവിക ശുശ്രൂഷകൾക്ക് നൽകാതിരിക്കുമ്പോൾ, ദൈവവചന പ്രഘോഷണത്തിന് നൽകാതിരിക്കുമ്പോൾ, ആത്മീയമായ കാര്യങ്ങളുടെ നടത്തിപ്പിനായി നൽകാതിരിക്കുമ്പോൾ, ദേവാലയ ശുശ്രൂഷകൾക്കായി നൽകാതിരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം പറയാണ്, നിങ്ങൾ എന്നെ കൊള്ളയടിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ടത് കൂടെ പിടിച്ചു വെക്കുന്നു. ദൈവത്തിൻ്റെതാണത്. ആ 10% ഞാൻ കൊടുക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന 10%. അത് ദൈവത്തിന് കൊടുക്കാതിരിക്കുമ്പോൾ അത് കൊള്ളയാണ് എന്നാണ് മലാക്കി പ്രവാചകനിലൂടെ ദൈവം ശക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് മരണശേഷം നമ്മളെ കാണുമ്പോൾ ഇതാ ഒരു കൊള്ളക്കാരൻ വരുന്നുണ്ട് എന്ന് നമ്മളെ നോക്കി ദൈവം പറയുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. ഇക്കാലം അത്രയും നമ്മൾ നേടിയതിൻ്റെ ഒക്കെ ദശാംശം നമ്മൾ നൽകിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദശാംശം നൽകുമ്പോൾ അത് ഇരട്ടി. കർത്താവ് പറയുന്നുണ്ട്, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങളുടെ മടിയിലിട്ട് തരുമെന്ന്. ദൈവത്തിന് കൊടുക്കുന്നത് ഇരട്ടിയായി, 100 ഇരട്ടിയായി കർത്താവ് തിരിച്ചു തരും. കാരണം എൻ്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പിയർ 4:19 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ ആവശ്യ നേരത്ത് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആവശ്യമുള്ളതിലേറെ തരാൻ കഴിവുള്ളവനാകയാൽ അവന് കൊടുക്കുന്നതിൽ നമുക്ക് താല്പര്യമുണ്ടാകണം, ഉത്സാഹമുണ്ടാകണം എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിക്കുകയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണം വഴി വേർപെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവര് അവരുടെ ജീവിതത്തിൽ ഇപ്രകാരം സമ്പത്ത് ദാനം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ കടങ്ങൾക്ക് നമുക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം. അവർക്കിനി അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ കടങ്ങൾ കാരണം സ്വർഗത്തിലേക്ക് പോകാനാവാതെ അവർ ശുദ്ധീകരണ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ, സ്വർഗത്തിലേക്ക് നയിക്കുവാൻ അതിന് പരിഹാരം ചെയ്തുകൊണ്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ കാരണമായി തീരും. അത്ഭുതകരമായ വിടുതൽ സാമ്പത്തിക മേഖലയിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും ഇപ്രകാരം പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ. കാരണം പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നമുക്കുള്ള സമ്പത്തിൽ ഒരു പങ്ക് അങ്ങനെ അനേകരിന്ന് ചെയ്യുന്നുണ്ട്. മരിച്ചവരുടെ ഓർമ്മ ദിവസങ്ങളില് അനാഥാലയങ്ങളില് ഭക്ഷണം വെച്ചു കൊടുക്കുന്നു, പാവപ്പെട്ടവരെ സഹായിക്കുന്നത് പോലുള്ള ധാരാളം മാതൃകാപരമായ കാര്യങ്ങൾ നമ്മുടെ സഭയിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നുണ്ട്. നമ്മൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഇപ്പം നമ്മുടെ തന്നെ ജീവിതത്തിൽ കടപ്പെട്ടതായിട്ടുള്ള നമ്മുടെ സമ്പത്തിന്റെ ദശാംശവും നമ്മുടെ സമ്പത്തിലൊരു പങ്കും പാവപ്പെട്ടവർക്ക് വേണ്ടിയും ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി എല്ലാം മാറ്റിവെക്കുമ്പോൾ അത് പാപത്തിനുള്ള പരിഹാരം കൂടെയാണ് എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സഖ്യയൂസിന്റെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു ചെന്നപ്പോൾ സഖ്യയൂസ് പറയുകയാണ്, ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊള്ളാം, കൊടുത്തുകൊള്ളാം, കൊടുത്തുകൊള്ളാം. ഇത് പറഞ്ഞപ്പോഴാണ് ഈശോ ആ ഭവനത്തെ നോക്കി പറയുന്നത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ മരിച്ചവരുടെ ആത്മാക്കൾക്കും രക്ഷ കൈവരുവാനായിട്ട് ദാനധർമ്മം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ സമ്പത്തിനെയും ഓർത്ത്, ആരോഗ്യം, ആയുസ്, കഴിവുകൾ, നമ്മുടെ സമ്പത്ത്, സ്വത്ത് എല്ലാം ഓർത്ത് ഇത്രയും കാലമായിട്ട് ദൈവം നമ്മളെ ഏതെല്ലാം രീതിയിൽ അനുഗ്രഹിച്ചിട്ടുണ്ടോ, സമ്പന്നമാക്കിയിട്ടുണ്ടോ, അതിനെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞ് നല്ലൊരു ഉദാര മനസ്കത, സമ്പത്ത് ദാനം ചെയ്യുവാനുള്ള കൃപ, അതിലൂടെ കർത്താവ് നമ്മെ പരിപാലിക്കുന്നത് അനുഭവിച്ചറിയുവാനുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് തരണമേ എന്ന ആഗ്രഹത്തോടെ കർത്താവിനെ സ്തുതിക്കാം. എല്ലാ സമ്പത്തിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സമ്പത്ത് കടന്നു വന്ന വഴികൾ, വരുമാന മാർഗങ്ങളെല്ലാം കർത്താവിനെ സമർപ്പിച്ച് സ്തുതിക്കാം. ഇപ്പോൾ ഏതെങ്കിലും കടബാധ്യതകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, സാമ്പത്തികമായ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും വലിയ കടബാധ്യതയിലാണെങ്കിൽ, വീട്ടിൽ തീർക്കാൻ പറ്റാത്ത ലക്ഷങ്ങൾ കടബാധ്യതയിൽ ഉണ്ടെങ്കിൽ കർത്താവായ യേശുവേ നിന്റെ നാമത്തിന്റെ ശക്തിയാൽ
ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആ സഹോദരനെ, ആ സഹോദരിയെ, ആ കുടുംബത്തെ കർത്താവെ നീ വിടുവിക്കണമേ, രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുക്കുവാൻ മാത്രം, ധാരാളമായി ഉദാരമായി നൽകുവാൻ മാത്രം അവരെ സമ്പന്നമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ആരാധന ഗീതം പാടി നമുക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. മാറും ക്ഷീണന്മാരും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകളുടെയും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയവരെ ഓർത്ത് അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ യേശു മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എന്റെ ഭവനത്തിലെയും എന്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, യേശു മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചവരെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ, തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ.